നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇന്ന് ജ്യോതിഷമല്ല പറയുക. നമ്മുടെ പുരാതന ആചാര്യന്മാർ, മഹർഷീശ്വരന്മാർ, പുണ്യാന്മാക്കൾ പിൽക്കാല തലമുറയ്ക്കായി അവർ കഥാരൂപത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ള ചില തത്വങ്ങൾ പിൽക്കാലത്തെ വ്യാഖ്യാതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ പിൽക്കാല വ്യാഖ്യാതാക്കൾ അതിനെ കുഴപ്പിക്കുകയും എന്താണോ അവരുദ്ദേശിച്ചിരിക്കുന്നത് അതിന് ഘടക വിരുദ്ധമായിട്ട് അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ചില അത് മതത്തിൻ്റെയൊക്കെ പരിവേഷം അണിഞ്ഞൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരമ്മ എങ്ങനെ ആയിരിക്കരുത് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്ന പാഠം കണ്ണു മൂടിക്കെട്ടി വച്ച് 101 മക്കളെ വളർത്തിയ ഗാന്ധാരിയുടെ ചരിത്രത്തിലൂടെ അതിൻ്റെ ദുരന്തത്തിലൂടെ നമുക്കായി പകർന്നു നൽകി. അതുപോലെ തന്നെ ഒരു ജീവിത പങ്കാളികൾ, ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കരുത് എന്നുള്ള പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ് വാൽമീകിയുടെ രാമായണത്തിലൂടെ, രാമൻ്റെ അയനത്തിലൂടെ നമുക്കായി പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. 2 അയനങ്ങളുണ്ടല്ലോ, ദക്ഷിണായനവും ഉത്തരായനവും. രാമനും 2 അയനങ്ങൾ, തൻ്റെ ജീവിതത്തിൽ വനവാസവും വനവാസത്തിന് ശേഷമുള്ള രാജകീയമായ ജീവിതവും. അപ്പോൾ അവിടുത്തെ കുടുംബ പ്രശ്നങ്ങൾ കാരണം രാമന് വനത്തിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ പതിവ്രതയായ സ്നേഹസ്വരൂപിണിയായ ഭർത്തൃസ്നേഹിയായ സീത കൂടെ രാമനില്ലാത്ത ജീവിതം ഏത് കൊടുങ്കാട്ടിലും ഞാൻ രാമനോടൊപ്പമേ ഉണ്ടാകൂ, എനിക്ക് രാജകീയ സുഖ സൗകര്യങ്ങളെക്കാൾ നല്ലത് ഈ രാമനോടൊപ്പമുള്ള ജീവിതമാണ്, അതിലേക്ക് വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പാടും സഹിക്കും, വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് രാമൻ്റെ കൂട്ടത്ത് അവർ 12 വർഷത്തെ വനവാസത്തിലേക്ക് പോവുകയാണ്. പല കഷ്ടതകളും രാമൻ്റെ കൂട്ടത്തിൽ നിന്ന് അനുഭവിക്കുക മാത്രമല്ല, അതിൻ്റെ ക്ലൈമാക്സ് എന്നുള്ള രീതിയിൽ അസുര രാജാവായ രാവണൻ സീതയെ കണ്ട് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. രാവണൻ്റെ കൊട്ടാരത്തിൽ സീതയെ പാർപ്പിച്ചിരിക്കുകയാണ്. രാവണൻ അസുരനാണെങ്കിലും വിവരമുള്ളവനും മാന്യനുമാണ്. കാരണം ഒരു സ്ത്രീയെയും അവരുടെ സമ്മതമില്ലാതെ നോക്കുക പോലുമില്ല. അയാൾ തട്ടിക്കൊണ്ട് പോയതൊക്കെ ശരി തന്നെ. പിന്നെ രാമനും സംഘവും രാവണനെ വധിക്കുകയും സീതയെ വീണ്ടെടുത്ത് കൊട്ടാരത്തിലേക്ക്, വനവാസം തീർന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പട്ടാഭിഷേകം നടക്കേണ്ട സമയമായപ്പോൾ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലും ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു മുറുമുറുപ്പുണ്ടായി. എന്താണ് ആ മുറുമുറുപ്പ്? രാവണൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന സീത കളങ്കിതയായിരിക്കാം, സീതയുടെ ചാരിത്രം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സീതയുമായിട്ട് പട്ടമഹർഷിയാക്കാനും പറ്റുകയില്ല. സീതയെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ രാജാവാകാൻ രാമന് പറ്റൂ എന്നുള്ള സാഹചര്യം എല്ലാ രീതിയിലും ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ രാമൻ എന്ത് ചെയ്തു? തന്നെ പ്രേമപൂർവ്വം സ്നേഹിച്ചിരുന്ന, ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന സീതയെ അധികാരത്തിലേക്ക് വേണ്ടി, ആർഭാടങ്ങൾക്ക് വേണ്ടി സ്ത്രീയെ കാട്ടിൽ ഇയാൾ ഉപേക്ഷിക്കുക ചെയ്യുക. മര്യാദയ്ക്ക് രാമന് ഭാര്യയോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നല്ലോ, എനിക്ക് രാജാധികാരത്തെക്കാൾ വലുത് എൻ്റെ പെണ്ണാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് രാജാധികാരം കിട്ടിയില്ലെങ്കിലും ഒന്നുമില്ല. പക്ഷേ പുരുഷൻ, അധികാര ഭ്രാന്ത് പിടിച്ചവൻ അങ്ങനെ പറയുകയില്ല. അയാൾ അധികാരത്തിലേക്ക് വേണ്ടി ആര് എന്തും ചെയ്യും, അതിന് ബലി കൊടുക്കപ്പെടുന്നത് സ്ത്രീത്വങ്ങളാണ്. ഇതാണ് രാമായണ കർത്താവ് വാൽമീകി എന്ന മഹാൻ നമുക്കായി, തലമുറകൾക്കായി പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. അത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഉപനിഷത്തുകളായാലും വേദങ്ങളായാലും പുരാണങ്ങളായാലും ആ മഹാന്മാക്കളുടെ മനസ്സിലേക്ക് വന്നതല്ല പിൽക്കാലത്ത് പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം.